ഹലോ ഗായ്സ്, സോ നമ്മളിന്ന് ജേർണൽ ചെയ്യാൻ പോക്കാം. അതിൽ തന്നെ ഞാൻ കാണിക്കുന്ന ജേർണലിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ലോഡിങ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂ ജേർണലിന് എടുക്കണം. ഇതേപോലെ ഇങ്ങനെ പരസ്യത്തിൽ വരും, അത് ജസ്റ്റ് റോങ് ഇട്ടാൽ മതി. എന്നിട്ട് ന്യൂ ജേർണലിന് എടുക്കണം. ന്യൂ ജേർണൽ എടുക്കുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഇഷ്ടമോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തോ കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ ന്യൂ ജേർണൽ, ക്വിക്ക് നോട്ട്, ഇമ്പോർട്ടൻറ്റ് PDF അങ്ങനെ എന്തെല്ലാം ഉണ്ട്. പിന്നെ ഇതിലും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടുപിടിച്ചാൽ മതി. പ്ലെയിൻ വേണമെങ്കിൽ അത് വേണം, ഇത് വേണം, അങ്ങനെ എന്തെങ്കിലും ഇതാക്കിയാൽ മതി. പിന്നെ കളേഴ്സും ഇതിലുണ്ട്. പിന്നെ ആ ബുക്കിൻ്റെ ഇതിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബുക്ക്. ഇപ്പം ഞാൻ ഇവിടെ എടുത്ത റോസെന്ന് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചത്, ബട്ട് അത്ര ഓവർ ആയതുകൊണ്ട് തന്നെ ഞാൻ പേർപ്പിൾ തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത് ഗായ്സ്. ഇനി അടുത്ത നമുക്ക് നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തതൊരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള എടുക്കുക. കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ശേഷം നിങ്ങൾക്ക് എന്താക്കാം, ക്രിയേറ്റ് ന്യൂ പേജ് എന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ബാക്കി പിന്നെ ക്രിയേറ്റ് ന്യൂ പേജ് എന്നാകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ കിട്ടും. പിന്നെ ടെക്സ്റ്റ്, ഷേപ്പ്, ഡ്രോ, ടെമ്പിൾ, സ്റ്റിക്കർ, ഗാലറി. ഈ ഗാലറി, സ്റ്റിക്കർ, ടെമ്പിൾസിൽ അതിലുള്ള നോക്കിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും. പിന്നെ അതിലത്തുള്ള ഇങ്ങനെ ഷേപ്സ് ഔട്ട്ലൈനിൽ അതിൻ്റെ ഔട്ട്ലൈനിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഫേവറേറ്റ് കളേഴ്സും കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഷേപ്സിനായി ഇപ്പോൾ ചൂസ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്. നമുക്ക് ആ സ്ട്രോക്ക്, ഫിൽ കളർ അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലെടുക്കാം. വേണം ഡിലീറ്റ് ആക്കുക, ജസ്റ്റ് താഴോട്ടാക്കി ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും, ആ ഒന്ന് ഇതാക്കിയാൽ മതി ഗൈസ്. പിന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഷെയ്ഡ്സും എല്ലാം എടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഷേപ്സ് എടുക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരും. എന്നിട്ട് അപ്പോഴത്തെ സ്ട്രോക്ക്, ഫിൽ കളർ ഉണ്ടാകും, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും എടുക്കാൻ പറ്റും. സ്ട്രോക്കിൽ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ മാച്ചിങ് എടുക്കുമ്പോൾ കുറച്ചേ ആവും. ഓക്കെ, സ്ട്രോക്ക് എന്ന് വിചാരിച്ച ഔട്ട്ലൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അവിടുത്തെ താഴെ ഫിൽ കളർ സ്ട്രോക്ക് എന്നില്ലുണ്ട്, ആ ലാസ്റ്റത്തെ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാക്കാനും കഴിയും. പിന്നെ നിങ്ങൾക്ക് ലൈനിൻ്റെ വേണമെങ്കിൽ കുത്തായിട്ടുള്ള ലൈൻസും ഉണ്ട്, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള. കുത്ത് വിചാരിക്കും നിങ്ങൾ അത് ചിരിക്കേണ്ട, ഒരു ഡോട്ടായിട്ടുള്ള ലൈനും ഉണ്ട്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട്. ഇപ്പം ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ്. ഞാൻ ഒരു ബ്ലൂ കളറാക്കി ഇതിലൊരു മാച്ച് ആവുന്നത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ബ്ലൂവോ അല്ലെങ്കിൽ പിങ്കോ മറ്റോ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ തന്നെ ഞാനിപ്പോൾ ബ്ലൂ തന്നെ എടുത്തത്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ വീഡിയോസിനായി അതിന് മുമ്പേ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായിട്ട് മറക്കരുത് ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാക്കാം. ഇതിലൊരു ടംബിൾസും ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഗാലറിയിലും പിന്നെ കുറേ എന്തെല്ലാം ഉണ്ട്. അതിനുശേഷം നിങ്ങൾ സ്ക്വയറിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആവശ്യം മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ട്രോക്ക്, ഫിൽ കളർ ഇപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ ശരിയാക്കൊണ്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സ്ട്രോക്കിൻ്റെ ഔട്ട്ലൈൻ ഇത്ര വരെ പോകുമെന്ന്. അതിൻ്റെ അപ്പുറം പോകാൻ കഴിയില്ല, കാരണം ഒരു ഔട്ട്ലൈൻ അല്ലേ, അപ്പോൾ എന്തായാലും അത്ര വരെ പോകും. അപ്പോൾ ഞാൻ മാക്സിമം ചെറുങ്ങനെ ആക്കുന്നുള്ളൂ എൻ്റെ ഇതിൽ. അപ്പം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ ജേർണലിൻ്റെ ഇതാക്കാൻ തുടങ്ങിക്കോ. വെറുതെ ഒന്ന് ഫ്രീ കിട്ടുമ്പോൾ ഫോണിൽ ഷോർട്സ് ആണെന്ന പകരം ഇത് ചെയ്താൽ നല്ല രസമായിരിക്കും. ഓക്കെ, വീണ്ടും നിങ്ങൾക്ക് ഫിൽ കളർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ കളറ് നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഇപ്പോൾ ബ്ലൂവോ പിങ്കോ ഏതെങ്കിലും കളർ എടുത്ത് വെച്ചോ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ചോയ്സാണ്, ഏതെങ്കിലും കളർ എടുത്ത്. ഇനി എന്നെപ്പോലെ ആക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കാൻ ശ്രമിച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല. ബട്ട് നിങ്ങളെ ചോയ്സ്. ഈ ജേർണലിൽ സാധനമില്ലാത്ത പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു വീഡിയോ ആണ്. പിന്നെ അത് മാത്രമല്ല, ജേർണൽ നമുക്കൊരു റിലാക്സ് ചെയ്യാനും ഒരു ആശ്വാസം കിട്ടാനായിട്ട് മാത്രം. അഥവാ ഒന്നൊരു സാധനം പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോളോ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് 3 ഔട്ട്ലൈൻസാണ് വേണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് 3 ഔട്ട്ലൈൻസ് ആക്കണം. നമുക്ക് കുറച്ച് ടാസ്ക്കാണ് ഇങ്ങനെ അങ്കാക്കാൻ. നിങ്ങൾ ചിലപ്പോൾ ഈസി ആയിരിക്കും, പെട്ട കയ്യിൽ തെറ്റിപ്പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായാലും ഈസി ആയിരിക്കും, കാരണം അത്തരം ചിൽഡ്രൻസിനും എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ആപ്പ്. പിന്നെ ബാക്കി പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ 3 ലൈൻസാണ് ടോട്ടൽ എടുക്കുന്നത്. ഈ മൂന്നാമത്തെ ലൈൻ എൻ്റെ
ഏറ്റവും വലുതാണ്. അതിൻ്റെ പകരം ഒരു റെക്റ്റാങ്കിളാണ് എടുത്തു പോയി. പിന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്നുള്ള വിചാരിച്ച് അവസാനം ഡിലീറ്റ് ചെയ്ത് ഗൈസ്. അങ്ങനെ എന്തെല്ലാം അവിടെ ഫിറ്റാന്ന് പോലും ഞാൻ നോക്കി, ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ ഷേപ്സ് എടുത്തു. ഞാൻ ഒന്നും കൂടി എന്താക്കി, നമുക്ക് ഇനിയൊരു ലൈൻസ് എന്തായാലും വേണമല്ലോ, ലൈൻസ് നോക്കി. പിന്നെ അടുത്ത പണിയിട്ട് ഇത് തന്നെയായിരുന്നു, ഡോട്ടായിട്ട് എടുത്തു പോയി. പിന്നെ എന്ത് പറയാൻ, അതും കൂടി ഡിലീറ്റ് ആക്കേണ്ട വന്നു. അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണും, ഒരു സംശയവും വേണ്ട. ഓക്കെ, നമുക്ക് ഞാൻ എന്നിട്ട് കഷ്ടപ്പെട്ട് വീണ്ടും ഷേപ്സ് എടുത്തിട്ട് ആ ഔട്ട്ലൈനിൻ്റെ ഇത് എടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കാണാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കളേഴ്സ് ചൂസ് ചെയ്യുക. കളേഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഡ്രോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബോട്ട്സിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഓവറായിട്ടൊന്നും ആക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെല്ലാക്കാം. ഇപ്പം നിങ്ങൾക്ക് ബോട്ട്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതിക്കും. ഇപ്പോൾ ഞാൻ ഹാഫ് എഴുതുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ചോയ്സ് അല്ല, നിങ്ങൾ തന്നെ എഴുതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം പിന്നെ എനിക്ക് വീണ്ടും ഒരു പണി കിട്ടും. ഞാൻ ശരിയാവാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ലൈൻസിൽ പോയി ഷെയ്ഡ്സിൽ പോയിട്ട് ഇങ്ങനെ ലൈൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജേർണൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കിട്ടിയ പണി ഇതായിരുന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്ര വലിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, കാരണം എന്താ വിചാരിച്ചാൽ ഇവിടെ കുറേ ട്രീസ് ഉണ്ട്. ശരിക്കൊരു നല്ല ഇത് യെല്ലോൻ്റെ ഒരു ഗ്രീൻ ആയിട്ടുള്ള കളേഴ്സാണെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്താക്കി, ജസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ചെയ്തത്. അത് മാത്രം ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കേഴ്സും ഗാലറിയൊന്നും ഒന്നും എടുക്കാത്തത്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് എന്നൊന്ന് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ AA കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇതാക്കാം, നിങ്ങളെ ഇഷ്ടമുള്ള ഇതിൽ ലെറ്റേഴ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓൾവേസ് ബിലീവ് ഇൻ വിച്ച് ഹാപ്പൻ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓൾവേസ് ബിലീവ് ദാറ്റ് സംതിങ് ഗുഡ് വണ്ടർഫുൾ ഹാപ്പൻ എന്ന് എഴുതാൻ വിചാരിച്ചാൽ, പക്ഷേ നിങ്ങളുടെ ചോയ്സ് അല്ല, ഞാൻ നിങ്ങൾക്ക് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് എന്താക്കാം, ടാപ്പ് എനിവെയർ ടു ആഡ് ടെക്സ്റ്റ്, ഇതേപോലെ ഇങ്ങനെ കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് എടുക്കാം. ഇപ്പം ഞാൻ ഒരു എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ടെക്സ്റ്റ് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് റൈറ്റ് യുവർ ഫേവറേറ്റ് ആയിട്ടുള്ള, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ഇതും കൂടി ആക്കും. ഒരു ജേർണൽ അല്ലാണ്ട് വേറെ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. സോ വേറെ എന്തെങ്കിലും ചെയ്യാനും പറ്റും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് റൈറ്റിങ്ങിൽ എടുത്തു ഗൈസ്. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട എടുത്ത് ഞാൻ 3rd 2nd അങ്ങനെ ഏതോ തോന്നുന്നു. ഓക്കെ, പിന്നെ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡൗൺലോഡ് ചെയ്യാൻ അത്ര വലിയ ടാസ്ക്കൊന്നും ഇല്ല. പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങളെ ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യുക. പോയെങ്കിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് നെക്കിയാലും മതി ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ്, ഓൾവേസ് ബിലീവ് ദാറ്റ് സംതിങ് ഗുഡ് വണ്ടർഫുൾ ഹാപ്പൻ. ഇപ്പം ഞാൻ എൻ്റെ അങ്ങനെ ഫുള്ളായിട്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എഴുതുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നില്ല. ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാൻ നിങ്ങളെ ചോയ്സാണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എഴുതണം. ഇപ്പോൾ നിങ്ങളൊരു സംതിങ് കുഡ് ഹാപ്പൻ, ഇപ്പം ഞാനൊരു ഇത് തന്നെയല്ല പറഞ്ഞത്, അത് ശരി തന്നെയല്ലേ. അവിടുത്തെ വേറൊരു സംഭവം, ഒരു ഡോണ്ട് ട്രസ്റ്റ് എ ഫേക്ക് ഫ്രണ്ട്, അങ്ങനെ എന്തെല്ലാം ഉണ്ടാവില്ലേ. പിന്നെ നിങ്ങൾക്ക് ആ ബാക്കി 3 ലൈൻസിലും നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ഡ്രോയിൻ്റെ ഓപ്ഷനും കൂടി